ഹായ് സുഹൃത്തുക്കളെ, ഇത് വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ടോട്ടലി ഡിഫറൻ്റ് ആണ്. കാരണം രാഹു എങ്ങനെ നെഗറ്റീവ് ആകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയും വാസ്തുവും കൂടാണ്. ഒരാളുടെ ബർത്ത് യാർഡിൽ രാഹുവിൻ്റെ പൊസിഷൻ 3, 6, 10, 11 3, 6, 10, 11 ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ രാഹു വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാത്രമല്ല, ഈ രാഹു ഏതെങ്കിലും ഒരു ആംഗിളിൽ ശുക്രനുമായിട്ട് 1592610371481 അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളിൽ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടി കിട്ടും, എടുക്കുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു യോഗമാണ് ഈ ഒരു രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നല്ല രാഹു ശുക്രനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ് അതിൽ. അപ്പോൾ അതെടുത്ത് പറയാൻ കാരണം, ഈ ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വീടൊക്കെ വാങ്ങിക്കും. ആ വീട് വാങ്ങിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ഒരു വീട് പുതിയൊരു വീട് പണിയാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് നിന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇറ്റാലിയൻ മാർബിളോ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. പക്ഷേ ഒരു നല്ല വാസ്തു അറിയുന്നുള്ള ഒരാളെ വിളിച്ചിട്ട്, കാരണം വാസ്തുവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 16 ഡയറക്ഷനുണ്ട്. കാരണം കേരളത്തിൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇത്ര നാളൊക്കെ 8 ഡയറക്ഷനെ നോക്കിയിരുന്നുള്ളൂ. അങ്ങനെയല്ല, 16 ഡയറക്ഷൻ നോക്കി കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ജിയോജെബ്ര, അതുപോലെ ഗൂഗിൾ എർത്ത്, പിന്നെ പല സോഫ്റ്റ്വെയറിൻ്റെ സാറ്റലൈറ്റിൻ്റെ ഒക്കെ ത്രൂ സഹായത്തോടു കൂടി നമുക്കിപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അത് വീഡിയോ ഇൻട്രോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. കാരണം ഒറ്റ ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നമുക്ക് നമ്മുടെ ഏത് വീടിൻ്റെ ലൊക്കേഷനും അവർ എത്ര ആംഗിൾ, നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണ്, ഏതൊക്കെ എത്ര ആംഗിൾ, എത്ര ഡിഗ്രി മാറി നിൽക്കുന്നു എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കോമ്പസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് നിൽക്കുന്ന രാഹു ഒക്കെ ഒരാളുടെ ബർത്ത് ഉള്ള ഒരാൾക്കാണേലും അങ്ങനെ ഇരിക്കുന്നിടയിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസ്, പല രീതിയിലുള്ള അസുഖങ്ങൾ. അപ്പോൾ അവർ അതിനിടയ്ക്ക് എന്തെങ്കിലും ചില ആൾക്കാർ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു വീട് പണിയുക, അങ്ങനെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ. കുറേ ഇതാകുമ്പോഴത്തേനും പൈസ ഇല്ല, പല പ്രശ്നങ്ങളെ വിട്ടുമാറാത്ത പല അസുഖങ്ങൾ, ഫാമിലിയിലെല്ലാം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഒടുവിൽ ഏറ്റവും ഒടുവിൽ ചിന്തിക്കും, ഇത് നമുക്കെന്തോ ഒരു പ്രശ്നമുണ്ടേ, ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പിന്നെ നമ്മളേലും ഒരു സാഹചര്യത്തിൽ ഒരു വീട് ഞാൻ മാറിയല്ല, പുതിയൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോഴാണ് എനിക്കും അതേപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പം ചിലപ്പോൾ ഗൾഫിൽ ഇരുന്നിട്ട് അവർ അഡ്വാൻസ് കൊടുക്കുമെന്ന് വെച്ചു. അഡ്വാൻസ് കൊടുത്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആളിൻ്റെ ജോലി പോകുന്നത്. അപ്പം പോലും അറിയത്തില്ല, കാരണം അത്ര കണക്ടിവിറ്റി ഉണ്ട്. കാരണം ഈ അസ്ട്രോ വാസ്തു എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ജനറ്റിക്കലി ഉള്ളതോ നമ്മുടെ DNA കണക്ഷന്, അപ്പോൾ എല്ലാം ഒരാളുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, വാസ്തുവിൻ്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുവിൻ്റെ നമുക്ക് ദോഷം, അതായത് ആ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, അതായത് തെക്ക് പടിഞ്ഞാറ് സ്ഥലത്തെ 225 ഡിഗ്രി, അതായത് 225 ഡിഗ്രി അത് നിരതി കോണം എന്ന് പറയും. അപ്പോൾ ഈ 225 ഡിഗ്രിയിൽ ആംഗിളുള്ളിടത്ത സമയത്ത് നമുക്ക് അവിടെ ടോയ്ലറ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും ടോയ്ലറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ നിരതി കോണിൽ നിന്ന് എനർജി അവിടെ ഇപ്പം ടോയ്ലറ്റ് വരും, അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നെഗറ്റീവ് എനർജി, അപ്പോൾ ഈ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 225 ഡിഗ്രിയിലെ മൈനസ് എനർജിയാണ് രാഹുവിൻ്റെ ഉള്ളത്. അതേസമയം നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ്, അതായത് ജൂപ്പിറ്ററാണ് അവിടെ ഭരിക്കുന്നത്. അപ്പം അവിടെ പ്ലസ് എനർജിയാണ്, അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് അവിടെ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, അതായത് ഈശാന കോണ്. അപ്പോൾ ഈ ഈശാന കോണ് 45 ഡിഗ്രി ഈശാന കോണാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നല്ല, സോൺ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഐഡിയ വരാൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലാണ് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ ചീത്തയായിക്കഴിഞ്ഞാലും നമുക്ക് പ്രോബ്ലം വരുമെന്ന് മനസ്സിലാക്കാം. പക്ഷെ അതുവരിയിൽ ഈ ഇവിടുത്തെ പോസിറ്റീവ് എനർജി ആ രാഹുവിൻ്റെ നെഗറ്റീവ് എനർജി അവിടോട്ട് പോകുക. അതായത് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനമാണ്. അപ്പം നോക്കി, ഇപ്പം ഈ രാഹുവിൻ്റെ അവിടുത്തെ നെഗറ്റീവ് എനർജി കൂടിയിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് വരുവാണെന്ന് വരിയിൽ അവിടുത്തെ, അപ്പോൾ അത് കൂടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഭരിക്കുക എന്നാണ് ജൂപ്പിറ്റർ, അതായത് ഗുരുവാണ് ഭരിക്കുന്നത്.
അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യലി ഉള്ളതും ബാക്കിയുള്ള സപ്പോർട്ടും പല കാര്യത്തിലും നല്ലതാണ്, നമുക്ക് ഐഡിയ ക്രിയേറ്റിവിറ്റി അങ്ങനെ വരാൻ. അപ്പോൾ അങ്ങനെ പല കാര്യത്തിനും ഉപകരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ടോയ്ലറ്റ് വന്നാലും വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഥവാ അവിടെ ടോയ്ലറ്റ് ഇല്ലയെന്ന് വെച്ചു, ഈ തെക്ക് പടിഞ്ഞാറ് രാഹുവിൻ്റെ പൊസിഷനിൽ മാത്രം ആ ടോയ്ലറ്റ് വരുന്നതെന്ന് വെച്ചു, അപ്പോൾ അവിടെ എനർജി, നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് ഓടി ബ്രഹ്മസ്ഥാനത്തിലോട്ട് മൈനസ് എനർജി കൂടി വന്ന് ആ ബ്രഹ്മസ്ഥാനവും കവർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളെ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യും. അത് ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ പറയുന്ന ഈശാന കോണിലോട്ട് അതിൻ്റെ ആ നെഗറ്റീവ് എനർജി വന്ന് ഇവിടുത്തെ പോസിറ്റീവ് എനർജി ആണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജിയെ പോലും കട്ട് ചെയ്ത് നെഗറ്റീവ് എനർജി അവിടെ നിന്ന് വന്ന് നമുക്ക് ഈ പറയുന്ന ബ്രഹ്മസ്ഥാനവും കവർ ചെയ്ത് അപ്പുറത്ത് വന്ന് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ, നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഒന്നിൽ വീട് വെക്കാൻ പറ്റാതെ വരിക, വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അടുത്തന്നെ ജോബ് പോകുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള. ഇപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളൊന്നുമില്ല, ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് വന്നു. അപ്പോൾ ടോയ്ലറ്റ് വന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇവിടെ ആയാലും അതേമാതിരി ഓപ്പോസിറ്റ് ഭരിക്കുന്ന ജൂപ്പിറ്ററിൻ്റെ ഡയറക്ഷനായാലും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂപ്പിറ്ററും കയറി നെഗറ്റീവായി പോകും. കാരണം അവിടെ ടോയ്ലറ്റ് ഇല്ലേ പോലും ഈ രാഹുവിൻ്റെതായിട്ടുള്ള, കാരണം രാഹു എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു നിങ്ങൾ വിചാരിക്കും ഒരു വാസ്തുവാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുകയാണെന്ന്, ആ കുട്ടികളെ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നേരെ രാഹു നെഗറ്റീവായി പോകും. അതുപോലെ പ്രത്യേകിച്ച് രാഹുവൊക്കെ വൃത്തിയായിട്ടില്ല 5-ലൊക്കെ, ഈ 5ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒരു സമയത്ത് 5-ൽ ചിലപ്പോൾ ഈ 5-ലൊക്കെ രാഹു നിന്ന ചില ആൾക്കാർ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും അവർ ഒളിച്ചോടാനുള്ള സാധ്യത. അതുപോലെ അങ്ങനെ രാഹു പോലും ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പല രീതിയിലുള്ള അനർത്ഥങ്ങളെ വിട്ടുമാറാത്ത പല രീതിയിലുള്ള അസുഖങ്ങൾ, ഈവൻ ക്യാൻസർ പോലും കൊണ്ടുതരുന്ന രാഹുവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രാഹുവിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് വേറെ ഡയറക്ഷനുണ്ട്, പക്ഷേ വേറെ ഡയറക്ഷനുണ്ട് ക്യാൻസർ വരുന്നതിൻ്റെ. പക്ഷേ അതല്ല പറഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളെ നമ്മുടെ ഫാമിലിപരമായിട്ട്, അതുപോലെ പിതൃദോഷം എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ പിതൃദോഷം, ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ സ്ഥാനം, നമ്മുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി, അതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ കുലദൈവങ്ങളെ കുലദൈവങ്ങൾ അവിടെ നെഗറ്റീവ് ആവുകയാണ്, നമുക്ക് വരാനിരിക്കുന്ന പല നല്ല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആൻസിസ്റ്ററായിട്ടുള്ള കണക്ടിവിറ്റി, അതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ തലമുറകൾ അവിടെ നിൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ അടുത്ത കുട്ടികൾ ഉണ്ടാകാതിരിക്കാനോ, അതേമാതിരി അബോർഷൻ ഉണ്ടാകാൻ പല റിപ്പീറ്റഡായിട്ടുള്ള അബോർഷൻ ഉണ്ടാകാതിരിക്കാനോ പ്രത്യേകിച്ച് ജൂപ്പിറ്റർ അവിടെ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാവുക. ജൂപ്പിറ്റർ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അബോർഷനാണ്, കാരണം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര സിമ്പിളാണ്, മീൻസ് അത്ര ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് 100% കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും ഇത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ജൂപ്പിറ്ററും നെഗറ്റീവ് ആകും, രാഹുവും നെഗറ്റീവ് ആകും എന്ന് പറയാം. അപ്പോൾ ഈ രണ്ടിൻ്റെ ആയിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വെപ്പൺസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല റിലേഷൻഷിപ്പ് വെക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള ഓരോന്നിനും ഓരോ പൊസിഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇത് പോട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗം ചീത്തയായി കഴിഞ്ഞാൽ പോലും അവിടെ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഓരോ ഡയറക്ഷനിലും ഓരോ ഭരിക്കുന്ന കാര്യങ്ങൾ ഇതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ വന്നപ്പം, ഈ കോവിഡൊക്കെ വന്നപ്പോൾ ഗുജറാത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില വീട്ടുകളിലെ 5 പേരുണ്ട്, 5 പേരും മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. 6 പേരുണ്ട്, 6 പേരും മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ ഒരു നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാഹു നെഗറ്റീവായിട്ട് നിന്നിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു വീട്ടിൽ എങ്ങനെ 5 പേർക്കല്ല 6 പേരുണ്ട്, 6 പേർക്ക് കൂട്ടത്തോടെ മരിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറ്റും. അന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ജൂപ്പിറ്ററിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ജൂപ്പിറ്റർ നമുക്ക് നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം ജൂപ്പിറ്ററിൻ്റെ ആയിട്ടുള്ള ആ നെഗറ്റിവിറ്റി എന്നാൽ നമ്മൾക്ക് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. അവിടെ കൊണ്ട് ടോയ്ലറ്റ് വെക്കുക. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ മെഡിസിൻ വെക്കേണ്ടതാണ്. ചെറിയൊരു സ്റ്റോറി പറയാം. കാലപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാലപുരുഷൻ ഉണ്ടായത്
ഒരു ദിവസം ശിവനും അനകാസുരനും തമ്മിൽ യുദ്ധമുണ്ടായി. പൊരിഞ്ഞ യുദ്ധം, ഏറ്റുമുട്ടൽ, ഏറ്റൊടിയിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണ് അതിൽ നിന്ന് ആജാനബാഹുവായിട്ടുള്ള ഒരു രൂപം ഉണ്ടായി. അതാണ് കാലപുരുഷൻ. അപ്പം ഈ കാലപുരുഷൻ നിൽക്കുന്ന നിപ്പിൽ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു. ഉടനെ നമുക്ക് ഇവിടെ രാക്ഷസനും അറിഞ്ഞുകൂടാ, ദേവന്മാർക്കും അറിഞ്ഞുകൂടാ. ഈ രണ്ടുപേരും പേടിച്ചു, രാക്ഷസനും പേടിച്ചു, ദേവനും പേടിച്ചു. എന്താണ് ഈ രൂപം? ഏറ്റവും ഈ രൂപം, ഈ ആൾക്കാരെല്ലാം നേരെ ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ ഈ രൂപവും അവിടെ രാക്ഷസ രൂപം അപ്പോൾ ഭൂമി നിപ്പി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പോയിട്ട് ബ്രഹ്മാവിൽ തലയർപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ അടുത്ത് തലയർപ്പിക്കുന്ന ഒരു സമയത്ത് ആ ഒരു തലയുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഈ പറയുന്ന ഈശാന കോണെന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ തലയാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഈ വാസ്തുപുരുഷൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ തിന്നു തീർക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ സാമന്തപുത്രനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തെ ഭൂമിയിലേക്ക് ചവിട്ടി ഞെരിച്ച് ഈ പറയുന്ന രാക്ഷസനും ദേവന്മാരും കൂടെ ചവിട്ടി മെതിച്ചു. അപ്പം ഇനി എന്താണ് ഞാൻ ഇങ്ങനെ നിന്നാണ് എന്താണ് കഴിക്കേണ്ടത്? അപ്പം അവിടെ ഒരു വരം കൊടുത്തു, നമ്മുടെ ഭൂമിയുടെ പ്രകൃതിയുടെ നിയമത്തിനെ തെറ്റിച്ച് ആ നിയമത്തിന് എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരപ്പം അങ്ങനെ റോങ് ആയിട്ടുള്ള വാസ്തുവിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് വീട് വെക്കുന്ന അവരെ നിങ്ങൾക്ക് ഭക്ഷണമാക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള എനർജി, പല ക്രിയേറ്റിവിറ്റിയായിട്ടുള്ള കഴിവ്, അല്ലെന്നേരി അവർക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല കഴിവുകളും ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാര്യങ്ങളെ എല്ലാം അവിടെ നശിച്ചു പോവുക. അപ്പം വിട്ടുമാറാത്ത അസുഖങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡയറക്ഷനിലും മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളെ ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസ് വരുന്നുണ്ട്. വാസ്തുവിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വരില്ല, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെൻ്റൽ വിത്ത് പ്രോപ്പറായിട്ടുള്ള ഓരോ ഡയറക്ഷനിൽ ഏതൊക്കെ ഗ്രഹമാണ് ഭരിക്കുന്നതെന്നും ആ ഗ്രഹത്തിൻ്റെ എങ്ങനെ നെഗറ്റീവ് ആകുമെന്നും നെഗറ്റീവ് ആയാൽ ഉണ്ടാകുന്ന എന്തൊക്കെ അസുഖം വരുമെന്നും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്യാം, ടോയ്ലറ്റ് അല്ലെ ഏത് ഡയറക്ഷനാണ് ടോയ്ലറ്റിന് ബെസ്റ്റ് അല്ലെന്നൊരു ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ഒരു ഇനി വരുന്ന പല വീഡിയോയിലും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടുതൽ അറിയണമെന്ന് വരില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ മുമ്പിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് വാട്സപ്പിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നത്, ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള A to Z ടെക്നോളജി എന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം വാസ്തു എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ഓരോ ഡയറക്ഷനും എങ്ങനെ നെഗറ്റീവ് ആകും, അല്ലെ ഏതൊക്കെ കളർ യൂസ് ചെയ്യണം, ഏതൊക്കെ മെറ്റൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ചില ഇടത്തെന്ന് പറഞ്ഞാൽ ചില കളർ പോലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ നമുക്ക് 9 ഡയറക്ഷനിൽ നമുക്ക് 9 ഗ്രഹങ്ങളുണ്ട്. ഈ 9 ഗ്രഹങ്ങളും നമുക്ക് ഓരോ ഡയറക്ഷനെയും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ നെഗറ്റീവ് ആകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ പൊസിഷനിൽ ടോയ്ലറ്റ് പറ്റും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു വീട് പണിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല ആലോചിക്കേണ്ടത്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തമായിട്ടോരോ കാര്യങ്ങൾ ചിന്തിക്കാതെടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചിലപ്പോൾ ഒരു കുറച്ചെന്തെങ്കിലും പൈസ കൊടുത്തിട്ട് വാസ്തു ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരുപാട് പൈസ മാർബിൾ ഗ്രാനൈറ്റ് അങ്ങനെ എല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് 1 കോടി 2 കോടി 5 കോടി വീട് വെക്കും. പക്ഷെ എന്നിട്ട് ഏറ്റവും താമസിക്കാൻ വാസയോഗ്യമല്ല. അല്ല നമ്മുടെ സ്വാധീനിരുന്നാളാന്ന് തോന്നി. അവിടെ വലിയൊരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് അവിടെ ആ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ വലിയ ഇത് പണിഞ്ഞിട്ടുണ്ട്. അത് വാസ്തുവിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ അവിടെ അകാല മരണം, അകാല മൃത്യു സംഭവിക്കുക അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് മ്യൂസിയം പോലെ ആൾക്കാരെ കാണാനിട്ടേക്കും. അപ്പോൾ ഇത്ര പൈസ മുടക്കി ചെയ്യുന്നതിന് മുമ്പല്ല, അതിന് മുമ്പ് വാസ്തു പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയില്ല. കാരണം നമ്മുടെ ബർത്ത് ചാർട്ടിൽ പോലും പോസിറ്റീവായ സംഭവങ്ങൾ പോലും വാസ്തുവിൻ്റെ ആയിട്ടുള്ള ദോഷം കൊണ്ട് നെഗറ്റീവ് ആകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ അസ്ട്രോളജി, ന്യൂമറോളജി, ബൃഹനാടി അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ അത് വാട്സപ്പ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണ്ടുന്നവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അതുകൊണ്ട് ഈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്.